പണ്ട് മരുഭൂമി മാത്രമായിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ ലോകത്തെ തന്നെ മുൻനിര രാഷ്ട്രങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അത്രത്തോളം വികസിച്ചു കഴിഞ്ഞു. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, എന്തിനേറെ പറയുന്നു, എവിടെ നോക്കിയാലും മായ കാഴ്ചകൾ. എല്ലാം പണിതെടുത്തതാണ്. വർഷങ്ങളായുള്ള കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്നതെന്നും അത്ര കണ്ട് തിളക്കം മങ്ങില്ല. പ്രത്യേകിച്ച് UAE എടുത്തു നോക്കിയാൽ മതി. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. അവിടെയുള്ള തടാകങ്ങളും നദികളും എല്ലാം കൃത്രിമമാണ്. ഇതൊക്കെ സാധിക്കുമോ? സംശയിക്കേണ്ട. വേണമെങ്കിൽ കൃത്രിമ ഇടിമിന്നൽ ഉൾപ്പെടെ മഴ വരെ പെയ്യിക്കും. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ UAEയുടെ പല ഭാഗത്തും അതിരൂക്ഷമായ താപമാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ ഇതാ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയുമെത്തി. ക്ലൗഡ് സീഡിംഗ് എന്ന ഹാഷ്ടാഗോടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് മഴയുടെ വീഡിയോ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത്. 50 ഡിഗ്രി വരെ ഉയർന്ന അന്തരീക്ഷ താപനിലയെ ചെറുക്കാൻ കൃത്രിമ മഴ പെയ്യിച്ചിരിക്കുകയാണ് UAE. മേഘങ്ങൾക്കിടയിലേക്ക് ഡ്രോണുകൾ അയച്ച് അവയിൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ചാണ് മഴ പെയ്ച്ചത്. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗിലെ വിദഗ്ധരുടെ ഗവേഷണമാണ് വൈദ്യുതിയുടെ സഹായത്തോടെ കൃത്രിമ മഴ പെയ്യിക്കുന്ന വിദ്യ ഇപ്പോൾ UAEയിൽ എത്തിച്ചിരിക്കുന്നത്. അതികഠിനമായ വരൾച്ച നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നായ UAE ഇതിനായി $15 മില്യൺ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൃത്രിമ മഴ പെയ്യിക്കുന്നതിനാവശ്യമായ അളവിൽ മേഘങ്ങൾ UAEയുടെ ആകാശത്തിലുണ്ടെന്ന് ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രൊഫസർ മാർട്ടിൻ ആംബൌ ഈ വർഷം ആദ്യം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വൈദ്യുത ചാർജ് വിസർജിക്കാൻ കെൽപ്പുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ച ഡ്രോണുകൾ മേഘക്കൂട്ടത്തിലേക്ക് പറത്തി മേഘങ്ങളിൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ചാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മഴ പെയ്യ്ക്കുന്നത്. ഇത്തരത്തിൽ വൈദ്യുത ചാർജ് വിസർജിക്കപ്പെടുമ്പോൾ മേഘങ്ങൾ ഘനീഭവിക്കും. ഈ വിദ്യയാണ് UAE ഉപയോഗിച്ചിരിക്കുന്നത്. വിമാനങ്ങളിൽ പറന്നുയർന്ന് ലവണങ്ങളും മറ്റു ചില രാസവസ്തുക്കളും മേഘക്കൂട്ടത്തിൽ വിതറി കൃത്രിമ മഴ പെയ്യിക്കുന്ന സാങ്കേതിക വിദ്യയും തുടർന്നു വരുന്നുണ്ട്. അതേസമയം അബുദാബി ഉൾപ്പെടെയുള്ള ചില എമിറേറ്റുകളിൽ ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തി. ഷാർജ, വാദി അൽ ഹിലോ, ഫുജൈറ എന്നിവിടങ്ങളിൽ കനത്ത തോതിലായിരുന്നു മഴ. ചില പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്ന് സൂചിപ്പിക്കുന്നതാണ് യെല്ലോ അലർട്ട്. UAEയുടെ പല ഭാഗങ്ങളിലും ചൂട് കാലാവസ്ഥ കണക്കിലെടുത്താണ് ക്ലൗഡ് സീഡിംഗ് നടപ്പിലാക്കിയത്. UAEയിൽ ഈ വർഷം ജലലഭ്യത പൊതുവെ കുറവാണ്. വേനൽക്കാലത്തേക്ക് കടന്നതോടെ ഇനി സാധ്യതയും കുറവാണ്. ഈ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് കൃത്രിമ രീതികൾ അവലംബിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതിനിടെ UAEയുടെ ചില ഭാഗങ്ങളിൽ 49.1 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാം ആശ്വാസം നൽകിയാണ് മഴ പെയ്ച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.